പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എടോ നമ്മൾ കുറേ കാലമായല്ലോ അമ്പലത്തിലോട്ട് പോയിട്ട്, വയ്യാണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പോകണം എന്നുണ്ടായിരുന്നെങ്കിലും പോകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ഏതായാലും പോയിട്ട് പൂജകളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഞാൻ എന്തൊക്കെ പൂജയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലുള്ളത് അമ്മായിയമ്മയും മരുമകളും ഒന്നിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പൂജകളാണ് ചെയ്യേണ്ടത്. പിന്നെ നയനയ്ക്കും പ്രത്യേകിച്ച് ഒരു പൂജ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ മനസ്സിൽ കരുതി നിൽക്കുകയായിരുന്നു. നയനമോളും അമ്മായിയമ്മയും ഒന്നാവുക എന്നുള്ളത് മാത്രമാണല്ലോ ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പൂജ ചെയ്യണം എന്നുള്ളത് എൻ്റെയും മനസ്സിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. ആ സമയത്ത് അമ്മായിയമ്മയും മരുമകളും ഒന്നായി എന്നുള്ള വാർത്ത അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് അവർ മാറ്റി റെഡിയായിട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ്. അവർ പോകുന്ന സമയം ദേവയാനിയും മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു, റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും പോകുന്നത് അമ്പലത്തിലേക്കാണ് എന്നുള്ളതും അതുപോലെ താൻ പോകുന്ന അമ്പലത്തിലേക്കാണ് ഈ മുത്തശ്ശനും മുത്തശ്ശിയും പോകുന്നത് എന്നുള്ളതും ദേവയാനി അറിഞ്ഞിരുന്നില്ല. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പോയി കഴിഞ്ഞതിന് പിന്നാലെ തന്നെ നമ്മുടെ ദേവയാനി മാറ്റി ഒരുങ്ങി ഇറങ്ങുന്നുണ്ട്. ആ സമയത്താണ് ആദർശ് വന്നിട്ട് എങ്ങോട്ടാണ് അമ്മ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്പലത്തിലേക്കൊന്ന് പോയി വരാനാണ്. എന്തായാലും എനിക്ക് കരൾ തന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേക വഴിപാടൊക്കെ നടത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഈടായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് കുറച്ച് കൂടുന്നുണ്ടല്ലോ, അമ്പലത്തിലേക്ക് തന്നെയാണല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്, നീ എന്തോ മനസ്സിൽ വെച്ച് ചോദിക്കുന്നത് പോലെയാണല്ലോ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. അപ്പോൾ ആ സമയത്ത് ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ, അമ്മ ഏതായാലും പോയിട്ട് വഴിപാടൊക്കെ കഴിച്ചിട്ട് വാ എന്നൊക്കെ പറയുകയാണ് ആദർശ്. ആ സമയത്ത് ആദർശിന് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് ദേവയാനിയും അമ്പലത്തിലോട്ട് പോവുകയാണ്. അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിലെത്തിയിട്ട് അവിടെ വഴിപാടുകളൊക്കെ ചെയ്ത് തുടങ്ങിയിരുന്നു. നയനയ്ക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടും ഒക്കെയാണ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ പ്രത്യേകിച്ച് ഒരു പൂജ ചെയ്യാനായിട്ട് ഒരു ഭാഗത്തേക്ക് അവർ പോകാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ദേവയാനിയും നയനയും വരുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല ഇതിപ്പോൾ ആരാ, അമ്മായിയമ്മയും മരുമകളും ഒന്നിച്ച് അമ്പലത്തിൽ വരികയാണോ, ഇതെന്ത് കാഴ്ചയാണ്, വല്ലാത്ത അത്ഭുതം തന്നെയാണല്ലോ. ഏതായാലും അവരെന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മറഞ്ഞു നോക്കാം. ഇദ്ദേഹം എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോകാനും നിൽക്കണ്ട, നമുക്കിത് മറഞ്ഞു നിന്ന് കാണാം. എനിക്ക് ഇവരുടെ കാര്യത്തിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്ത്, അതെ അവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാമെന്നൊക്കെ മുത്തശ്ശനും പറയുകയാണ്. അങ്ങനെ ദേവയാനി നയനയും നേരെ ചെന്നിട്ട് അമ്പലനടയിൽ വെച്ചിട്ട് പൂജാരിയോട് പ്രത്യേക വഴിപാടുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ ശേഷം പൂജാരി അവർക്ക് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നയന ദേവയാനിയുടെ നെറ്റിൽ ചന്ദനം ചാർത്തി കൊടുക്കുകയും ദേവയാനി നയനയുടെ നെറ്റിയിൽ ചന്ദനം ചാർത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പം നമ്മൾ വിചാരിച്ചതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഇപ്പോൾ വെറുതെയാണ്. കാരണം അവർ എന്നേ ഒന്നായി കഴിഞ്ഞിട്ടുണ്ട്, അമ്മായിയമ്മയും മരുമകളും ഒന്നായി അവർ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളാണ് ഒന്നും അറിയാത്തത്. ഇനി ആദർശം ഇക്കാര്യം അറിഞ്ഞിട്ട് നമ്മളോട് മറച്ചു വെക്കുന്നതാണോ എന്താന്ന് അറിയില്ലല്ലോ. ഇതൊക്കെ നമ്മൾ നേരത്തെ അറിയേണ്ട കാര്യമല്ലേ. ഇവർ ഒന്നിക്കുന്ന കാഴ്ച കാണാനല്ലേ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നിരുന്നത്. ആ ഒരു ചിന്ത മാത്രമല്ല, ആ ഒരു ആഗ്രഹം മാത്രമല്ലേ നമുക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താണ് നമ്മളോട് ഇവരൊന്നായതിനെ കുറിച്ച് ആരും പറയാതിരുന്നത് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശ് ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളോട് എപ്പോഴേ പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നത് ആദർശ് എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോൾ എന്തിനാ ഇക്കാര്യത്തെക്കുറിച്ച് നമ്മോട് മറച്ചു വെക്കുന്നത്, നമ്മൾ ഇതേക്കുറിച്ച് അമ്മായിയമ്മയും മരുമകളും ഒന്നിക്കുക എന്നുള്ള ആഗ്രഹം നമുക്കാണ് കൂടുതൽ ഉള്ളത് എന്നുള്ളത് നയനമോൾക്ക് അറിയാലോ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അത് ദേവയാനി പറഞ്ഞിട്ടാകും. ദേവയാനി ഇപ്പോൾ മരുമകളുമായിട്ട് നന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളിയാക്കും എന്നുള്ള ആ ഒരു വിചാരം അവളുടെ ഉള്ളിലുണ്ടാകും. കാരണം അവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടും കരൾ കൊടുത്ത സമയത്തും അതറിയാതെ അവളെ ഒരുപാടും കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് നമ്മൾ അവളെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുമെന്നൊക്കെ കരുതിയിട്ടായിരിക്കും നയനയെ പറഞ്ഞ് വിലക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശനും പറയുന്നുണ്ട്, എന്നാലും നയനമോൾക്ക് നമ്മോടൊന്ന് പറയാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല, വലിയൊരു ത്യാഗമല്ലേ മരുമകൾ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഏതായാലും നമ്മൾ അറിഞ്ഞ ഭാവം കാണിക്കേണ്ട, അവർ നമ്മോട് പറയോ എന്നുള്ളത് നോക്കാം.
പറയുന്ന ആ ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് ചോദിക്കാം, അപ്പോൾ ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ട് അവർക്ക് 2 പേർക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പതുക്കെ മാറി അവിടെ നിന്ന് പോവുകയാണ്. ദേവയാനിയും നയനയും ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിൽ വന്നതും അവർ നിൽക്കുന്ന കാഴ്ച, അവർ സ്നേഹിക്കുന്ന കാഴ്ച കണ്ടു എന്നുള്ളതൊന്നും ദേവയാനിയും നയനയും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ പിന്നീട് നയനയും കൂട്ടി ദേവയാനി നയനയുടെ വീട്ടിലേക്ക് നയനയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ നയനയുടെ വീട്ടിലോട്ടാണ് ദേവയാനി നയനയും കൂട്ടി പോകുന്നത്.